വായനയിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന ഒരു വേദി ടോസ്റ്റ് മാസ്റ്റർ ആണ്. പക്ഷെ ടോസ്റ്റ് മാസ്റ്റർ വേദിയിലേക്ക് ഒരു പുസ്തകം അവതരിപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന പുസ്തകമാണ്, നിങ്ങൾക്ക് ഏവർക്കും പരിചിതനായ ഒരു മനുഷ്യനാണ് PMA ഗഫൂറിന്റെ എത്രയായാലും മനുഷ്യരല്ലേ. ആ പുസ്തകത്തിന്റെ പേര് തന്നെയാണ് ഈ പുസ്തകം തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഈർപ്പവും മനുഷ്യപ്പറ്റുമുള്ള മതജീവിതമുള്ള ആൾക്കാരാണ് എന്റെ ഉപ്പയും ഉമ്മയും. കമ്മ്യൂണിസ്റ്റുകാരനായ ബാലേട്ടന്റെ വീട്ടിലേക്ക് നാളികേരം കൊടുത്തുവിടുമായിരുന്നു കോൺഗ്രസ്സുകാരനായ എന്റെ ഉപ്പ. വേനൽക്കാലത്ത് കിളികൾക്ക് കുടിക്കാൻ വേണ്ടി ചിരട്ടയിൽ എന്നെ കൊണ്ട് വെള്ളം എത്തിക്കുമായിരുന്നു എന്റെ ഉമ്മ. ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ. അതാണ് എത്രയായാലും മനുഷ്യരല്ലേ. എല്ലാവരും കൈവിട്ടു എന്ന് തോന്നിപ്പോകുന്ന ഒരു നിമിഷമില്ലേ? പ്രതീക്ഷിച്ചവരെല്ലാം കൈയൊഴിഞ്ഞു എന്നോർത്ത് മനസ്സ് പൊട്ടുന്ന ആ നിമിഷം ഒന്ന് പിടിച്ചു നിന്നാൽ പടച്ചവന്റെ ഒരു ചേർത്ത് പിടിക്കുന്നുണ്ട്. അതാണ് എത്രയായാലും മനുഷ്യരല്ലേ. ഈ പുസ്തകം പറഞ്ഞു വെക്കുന്നത്, ഞാൻ ടോസ്റ്റ് മാസ്റ്റേഴ്സിന് മുമ്പിൽ ഈ പുസ്തകം അവതരിപ്പിക്കാനുള്ള കാര്യം, നമ്മൾ പ്രസംഗം കൊണ്ട് മത്സരിക്കുന്നവരാണ്, പ്രസംഗത്തിലൂടെ ഉയരാൻ ശ്രമിക്കുന്നവരാണ്. 239 പേജുകളുള്ള ഈ പുസ്തകം 420 രൂപയാണ് ഇതിന്റെ വില. ഈ പുസ്തകത്തിൽ പറയുന്നത് ഏകദേശം 45 കഥകളുണ്ട്. ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ കഥയിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മളാണ്. നമ്മൾ കൈവിട്ടുപോയ ചില മനുഷ്യരാണ്. എത്രയോ സ്നേഹങ്ങളെ, എത്രയോ നല്ല നിമിഷങ്ങളെ നമ്മുടെ ചില വാശികൾ കൊണ്ട് നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ, അല്ലെങ്കിൽ തകർന്നുപോയി എന്ന നിമിഷത്തിൽ നമുക്കൊന്ന് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു പുസ്തകത്തിന്റെ പേരാണ് എത്രയായാലും മനുഷ്യരല്ലേ.